ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അറബിക് കാലിഗ്രാഫി ചെയ്യാൻ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആവശ്യമുള്ള കുറച്ച് മെറ്റീരിയൽസ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ എന്ന് മാത്രമല്ല, നമുക്ക് കോമൺ ആയിട്ട് അറബിക് കാലിഗ്രാഫി കലം യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ വേണ്ട മെറ്റീരിയൽസ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ കാലിഗ്രാഫി ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ഇംഗ്ലീഷ് കാലിഗ്രാഫിയും ഡബിൾ പെൻസിൽ കാലിഗ്രാഫിയും ഒക്കെ നമ്മുടെ ചാനലിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഇഷ്ടമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ കുറേ പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷേങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് കേട്ടോ. അപ്പം അത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കാലിഗ്രാഫി കലമാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഞാനിപ്പോ കാണിക്കുന്നതാണ് കാലിഗ്രാഫി കലം എന്ന് പറയുന്നത്. അത് കലമിൽ ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട്, ഒരുപാട് മോഡൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം കാണിച്ചത് ബാംബു കലമാണ്. പിന്നെ ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ജാവി കലം. അപ്പൊ ഇതിൽ ഓരോന്നിനും ഓരോ റേറ്റ് ആണ് കേട്ടോ. ഇത് പ്രിന്റഡ് ജാവി പെന്ന്. ഇങ്ങനെ ഓരോ ടൈപ്പ് കലമുണ്ട്, ഓരോ കലമിനും ഓരോ റേറ്റ് ആണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ ബാംബു കലമാണ് ഏറ്റവും പൈസ കുറഞ്ഞിട്ടുള്ളത്. അത് ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ ഏറ്റവും നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ. പിന്നെ ഇത് ബ്ലാക്ക് ജാവിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട്, ക്വാളിറ്റി കൂടിയതും കുറഞ്ഞതും. അതുപോലെ ബാംബു കലമിൽ തന്നെ ഒരുപാട് വേരിയേഷൻ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് വേറൊരു ടൈപ്പ് കലമാണ്. ഇതിന്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല. ഇതിന്റെ നിബ് വരുന്നത് ഒരു മെറ്റലില്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, മെറ്റലായിരിക്കും. അപ്പോൾ അതിങ്ങനെ നിബ് നമുക്ക് 5 നിബ് അതിന്റെ കൂടെ കിട്ടും. അതിങ്ങനെ 5 നിബല്ല, ഒരുപാട് സൈസ് ഉണ്ട്. പക്ഷെ ആ ഒരു സെറ്റിൽ എനിക്ക് 5 കിട്ടിയത്. അതിങ്ങനെ മാറി മാറി ഇട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടത് ഗ്ലോസി പേപ്പറാണ്. നോർമൽ പേപ്പറിലൊന്നും പ്രാക്ടീസ് ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഗ്ലോസി പേപ്പറിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഗ്ലോസി പേപ്പർ എന്ന് പറയുന്നത് ഫോട്ടോ പേപ്പർ അല്ല. പലരും ഫോട്ടോ പേപ്പറാണ് ഗ്ലോസി പേപ്പർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നത്. പിന്നെ നമുക്ക് ഇതുപോലത്തെ കുഞ്ഞ് ബോട്ടിൽസ് വേണം. ഇത് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു ബോട്ടിലായിട്ട് വയ്ക്കുമ്പോൾ, അതായത് ഇത് എന്താണ് ഇങ്ങനത്തെ ഒരു എംറ്റി ബോട്ടിൽ എന്ന് പറയുന്നത്, അതിന് ബോട്ടിൽ അല്ലെങ്കിൽ ഹണി ജാർ എന്നൊക്കെയാ പറയാം. പക്ഷെ നമ്മളത് കാലിഗ്രാഫിയിലേക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പേര് ഇങ്ക് വെല്ല് എന്നാണ് കേട്ടോ. ഇങ്ക് വെല്ല്. അപ്പൊ നമ്മൾ ഇങ്ക് വെല്ല് എന്ന് പറഞ്ഞാൽ ഷോപ്പിലോ ഓൺലൈനിലോ കിട്ടില്ല. പക്ഷെങ്കിൽ ഹണി ജാറ് 15 ml എന്നൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് 15 ml ഒക്കെ ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. കിറ്റായിട്ടും ബിഗിനേഴ്സ് കിറ്റായിട്ടും അതല്ല സെപ്പറേറ്റ് ആയിട്ടും ഇങ്ക് സെറ്റായിട്ടും പല രീതിയിൽ സെയിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ലിക്ക എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വേണം. പിന്നെ ഒരു ബോട്ടിൽസ് കാണുന്നില്ലേ, ഇതാണ് ഇങ്ക്. കാലിഗ്രാഫി ഇങ്ക് എന്ന് വെച്ചാൽ വേറൊരു ഇങ്കാണ്. അത് ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഫൗണ്ടൻ ഇങ്ക് ഒക്കെ ഇല്ലേ, അതൊന്നും അല്ല കേട്ടോ. കാലിഗ്രാഫി ഇങ്ക് എന്ന് വെച്ചാൽ വേറെ കാലിഗ്രാഫി ഇങ്ക് തന്നെയാണ്. പിന്നെ ആ ഒരു പഞ്ഞി പോലത്തെ കാണുന്നത് ഞാൻ ലിക്കൊക്കെ പകരമായിട്ട് കാണിച്ചു തന്നതാണ്. ലിക്ക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതൊരു ത്രെഡാണ്, ഒരു ടൈപ്പ് ഓഫ് ത്രെഡാണ്. അതിന് പകരം നമുക്ക് ഈ പഞ്ഞി യൂസ് ചെയ്യാം. പക്ഷെങ്കിൽ നല്ലത് ത്രെഡ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. പഞ്ഞി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എഴുതുന്ന സമയത്ത്. ഈ മെറ്റീരിയൽസ് ഒക്കെയാണ് അറബിക് കാലിഗ്രാഫിക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അത് നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ അസ്സലാമു അലൈക്കും.